വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ, അങ്ങനെ സ്റ്റെപ്പിൽ അവിടെ നിൽക്കുമ്പോൾ തല കറങ്ങുന്ന ശ്യാമയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി താഴേക്ക് വന്ന് ഉരുണ്ട് സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഉരുണ്ട് താഴേക്ക് വന്ന തല ഇടിച്ച് നന്നായിട്ട് തല ശക്തിയായി ഇടിച്ചങ്ങൊന്ന് വീഴുകയാണ്. അത് കാർത്തികയുടെ മുന്നിലേക്കാണ് വീഴുന്നത്. അന്നേരം ശ്യാമയെന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് രോഹിത്തും പിന്നെ സത്യഭാമയും വിഷ്ണു വരെ വയ്യാത്ത കാലും വെച്ചുകൊണ്ട് ഓടി വരികയാണ്. രാഘവൻ നായർ എന്താ മോളെ എന്നും പറഞ്ഞ് ഓടി വരികയാണ്. രാഘവൻ നായർ അല്ല രോഹിത്താണെങ്കിൽ തറയിൽ വീണ് കിടക്കുന്ന ശ്യാമയെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മറിക്കുമ്പോൾ ആ തല പൊട്ടി ഇങ്ങനെ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അയ്യോ ബോധവും പോയല്ലോ എന്നിങ്ങനെ രോഹിത്ത് പറഞ്ഞ് ശ്യാമയെന്ന് വിളിക്കുകയാണ്. അതൊന്ന് പൊന്നിയോട് രാഘവൻ നായർ വെള്ളമൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. വെള്ളം തളിച്ചിട്ടും ബോധം വീഴുന്നില്ല. അന്നേരം കാർത്തിക ആകെ അങ്ങ് ടെൻഷനിലാവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ ടാബ്ലറ്റ് കഴിച്ചത് ശ്യാമയായിരിക്കും എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ആണെങ്കിൽ ടാബ്ലറ്റ് കൊടുത്തിട്ട് പറഞ്ഞല്ലോ മയക്കത്തിലേക്ക് പോവും, ഗാഠനിദ്രയിലേക്ക് പോവും, നാഡീവ്യൂഹത്തെ ബാധിക്കും, ഹൃദയം പണിമുടക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ കാർത്തിക് എന്നങ്ങ് ടെൻഷനാവുകയാണ്. അതേസമയം വിഷ്ണു പറയുന്നുണ്ട് രോഹിത്തെ ആലോചിച്ച് നിൽക്കേണ്ട, പെട്ടെന്ന് വണ്ടി എടുക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ രോഹിത്ത് ശ്യാമയെ ഇങ്ങനെ താങ്ങി വാരി എടുക്കുകയാണ്. എന്നിട്ട് കാറിലേക്ക് കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. ഭാമ ആദ്യം കാറിലേക്ക് കയറുന്നുണ്ട്. അതൊന്ന് ശ്യാമയെ താങ്ങി ഇരുത്തുകയാണ്. അതൊന്ന് വിഷ്ണുവും ഇറങ്ങാൻ പോകുമ്പോൾ നീ എങ്ങോട്ടാടാ വയ്യാത്ത കാലും വെച്ചുകൊണ്ടെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുമ്പോൾ രോഹിത് ഉണ്ടല്ലോ, നീ പോണ്ട, നിന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ പറയുകയാണ്. ആ സമയത്തിനകം തന്നെ രോഹിത് ആണെങ്കിൽ വണ്ടി എടുത്ത് നല്ല സ്പീഡിനിങ്ങ് വണ്ടി ഓടിച്ച് പോവുകയാണ്. തുടർന്ന് രാഘവൻ നായരും വിഷ്ണുവൊക്കെ വണ്ടി പോകുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായരിങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്, വിഷ്ണുവും കയറുകയാണ്. അതേസമയം കാർത്തിക ആണെങ്കിൽ ആ മധുശ്രീ ടാബ്ലറ്റ് കൊടുത്തതും പറഞ്ഞതും ഒക്കെ ഓർത്തിങ്ങനെ ആകെ ടെൻഷനിൽ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് വണ്ടിയിൽ പോകുന്ന ഭാമയാണെങ്കിൽ ശ്യാമയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും മോളെ ഒന്നുമില്ല ശ്യാമയെന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്പീഡിന് വണ്ടി എടുക്കാൻ പറയുകയാണ്. തുടർന്ന് രോഹിത് ആണെങ്കിൽ നല്ല സ്പീഡിന് ആക്സിലേറ്റർ നല്ല സ്പീഡിന് വണ്ടി ഹോണൊക്കെ അടിച്ച് നല്ല സ്പീഡിന് പോവുകയാണ്. ഇത് തുടർന്നാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ ആ ഉമ്മറത്ത് ഇറങ്ങിയിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു, ഗേറ്റിൻ്റെ അടുത്തേക്ക് നോക്കുകയൊക്കെ ചെയ്യുകയാണ്. അതേസമയം പിള്ളയാണെങ്കിൽ പപ്പി മോളെ ട്യൂഷനും ഉണ്ടാക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. അന്നേരം പിള്ള ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല. അന്നേരം വിഷ്ണു നടക്കുന്നത് കണ്ടിട്ട് ഇതെന്താ വിഷ്ണു കുഞ്ഞ് ഞൊണ്ടി നടക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് മുടന്തി നടന്ന് നോക്കിയതാണ്, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തിലാണ്. അന്നേരം ഇതെന്താ കാലിൽ ബാൻഡേജൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഒരു രസത്തിന് എൻ്റെ പിള്ള ചേട്ടാ ഒന്ന് വിശേഷമൊക്കെ അകത്തുള്ളവർ പറഞ്ഞു തരുമെന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. അന്നേരം അല്ല വിഷ്ണു കുഞ്ഞെന്ന് പറയുമ്പോൾ പ്ലീസ് പിള്ള ചേട്ടാ എന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇതെന്ത് കൂത്തെന്നും പറഞ്ഞിട്ട് പിള്ള അകത്തേക്ക് കയറുമ്പോൾ കാർത്തിക ഇങ്ങനെ വെളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ കാർത്തികയോട് പിള്ള ചോദിക്കുന്നില്ല. ഇങ്ങനെ ഒരു രൂക്ഷമായിട്ട് നോട്ടം നോക്കിയിട്ട് പിള്ള അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാർത്തിക അവിടെ വന്ന് നിന്നിട്ട് വിഷ്ണുവിൻ്റെ ടെൻഷൻ അങ്ങ് നോക്കി കാണുകയാണ്. അതേസമയം കാർത്തികയുടെ കഴുത്തിൽ സത്യഭാമയിട്ട് കൊടുത്ത മാലയൊക്കെ ഉണ്ട്. പക്ഷെ കാർത്തിക അങ്ങ് ആകെ ടെൻഷനിലാണ്. ഇതേസമയം ശ്യാമയെ ഹോസ്പിറ്റലിൽ രോഹിത്തും ഭാമയും കൂടി എത്തിക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുകയാണ്. അതിനുശേഷം ആ റൂമിൽ നിൽക്കുമ്പോൾ സിസ്റ്ററും കൂടി തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് ബോധം വീണിട്ടില്ല. അന്നേരം ആ വെളിയിൽ രോഹിത്തും ഭാമയും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. രോഹിത്ത് ആകെ അങ്ങ് വിഷമത്തിലാണ്. തുടർന്ന് ശ്യാമയുടെ റൂമിലേക്ക് ധന്യ ഡോക്ടറാണ് വരുന്നത്. തുടർന്ന് ഇങ്ങനെ ധന്യ ഡോക്ടർ നോക്കുമ്പോൾ ശ്യാമയോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ്. അന്നേരം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ഡോക്ടർക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ധന്യ ഡോക്ടർ മനസ്സിലൂടെ പിന്നെ ആ സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെന്ന്, ശ്യാമയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ശാലിനി കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞതും പിന്നീട് പ്രസവം കഴിഞ്ഞ് കുട്ടിയെ കൊടുത്തതും ഒക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അന്നേരം അറിയാം, നന്നായിട്ട് അറിയാം എന്നിങ്ങനെ ധന്യ ഡോക്ടർ പറയുകയാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ തല കറങ്ങി സ്റ്റെയറിൽ നിന്നും താഴെ വീണതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ അതൊന്നും അല്ല പ്രശ്നം, ഈ കുട്ടിയുടെ ഉള്ളിൽ മാരകമായ വിഷം ചെന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു തലകറക്കത്തിലാണ് താഴേക്ക് വീണതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ ഭാഗ്യത്തിന് സ്ട്രോക്കൊന്നും ഉണ്ടായിട്ടില്ല, ആൻറ്റിഡോസ് കുത്തി വെച്ചിട്ടുണ്ട്, പിന്നെ വീഴ്ചയിൽ എന്തുമാത്രം ആഘാതം സംഭവിച്ചു എന്നറിയില്ല, അതിനാണ് ഡോക്ടറെ റെഫർ ചെയ്തത് എന്ന് പറയുകയാണ്. പിന്നീട് ഇത് പോലീസ് കേസ് ആക്കണമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുമാണ്, ഡോക്ടറാണല്ലോ ഇവിടുത്തെ ഹെഡ്, അതുകൊണ്ടാണ് ഡോക്ടറെ വിളിപ്പിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് പിന്നെ ധന്യ ഡോക്ടർ മനസ്സിൽ ഓർക്കുന്നുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ശാലിനിയെ കണ്ടത്, ശാലിനി ഇവിടുത്തെ കളക്ടറാണെന്നുള്ളതൊക്കെ ധന്യ ഡോക്ടർക്ക് അറിയാമല്ലോ. ഇനിയിപ്പോൾ ശാലിനി തിരിച്ചു വന്നിട്ട് കുഞ്ഞിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ശ്യാമ ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്തതാണോ എന്നൊക്കെ ധന്യ ഡോക്ടർ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് എന്താ മേഡം ചോദിക്കുമ്പോൾ പോലീസിൽ അറിയിക്കണമെന്ന് ഈ സിസ്റ്റർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ ശ്യാമയെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. പ്രഷറൊക്കെ നോക്കുന്നുണ്ട്, സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചിട്ട് ഹാർട്ട് ബീറ്റൊക്കെ നോക്കുകയാണ്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം വെളിയിൽ നിൽക്കുന്ന രോഹിത് ആണെങ്കിൽ ആകെ ടെൻഷനിലങ്ങ് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ ഭാമ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, എടാ ഒന്നും സംഭവിക്കില്ല, ശ്യാമയ്ക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഭാമ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്.
തുടർന്ന് രോഹിത് ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ആ ശാലിനി എന്നിങ്ങനെ ഫോണിലൂടെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഒരു വാർത്ത അറിയിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശ്യാമ വീണ ഉണ്ടായ സംഭവങ്ങൾ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച ശേഷം രോഹിത് ആണെങ്കിൽ സത്യഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഭാമ ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് അങ്ങ് മുഖം തിരിക്കുകയാണ്. വീണ്ടും വാതിൽക്കൽ ആ റൂമിൻ്റെ ശ്യാമ കിടക്കുന്ന റൂമിൻ്റെ വാതിൽക്കലേക്ക് പോയി രോഹിത് അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ശാരദാമ്മയെ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട് ഈ കാര്യം. അന്നേരം ഈശ്വര എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും പറഞ്ഞ് ശാരദാമ്മ വിഷമിക്കുമ്പോഴും അമ്മ പേടിക്കണ്ട, ഞാൻ കാറുമായിട്ട് വരാം, അമ്മ റെഡി ആയിട്ട് നിൽക്കുകയെന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ ഈശ്വര ഒന്നും വരുത്തരുതേ എന്നും പറഞ്ഞ് റെഡി ആകാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം വിവരം അറിയാനായിട്ട് വിഷ്ണു ആണെങ്കിൽ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. അന്നേരം എന്തായിടാൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന് വിഷ്ണുവിനോട് രോഹിത്ത് പറയുകയാണ്. അന്നേരം ഇതൊക്കെ കാർത്തികയും പൊന്നിയും രാഘവൻ നായരും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് വിവരം അറിയാനായിട്ട്. തുടർന്ന് എങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ ഒന്നും പറഞ്ഞില്ല എന്ന് വിഷ്ണു രാഘവൻ നായരോട് പറയുകയാണ്. അന്നേരം കാർത്തിക ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ആ ടാബ്ലറ്റ് ശ്യാമയാണ് കഴിച്ചതെങ്കിൽ ഈശ്വര ശ്യാമയ്ക്കൊന്നും വരുത്തരുതേ എന്നിങ്ങനെ കാർത്തിക പ്രാർത്ഥിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ശാരദാമ്മയും ശാലിനിയും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം രോഹിത്ത് എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ശാലിനി ഓടി വന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് അത് കേട്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ഫോൺ വിളിച്ച് പറഞ്ഞതല്ലേ എന്താ സംഭവിച്ചെന്ന്, പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം? ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ സ്റ്റെറിൻ തള്ളിയിടേണ്ട ആവശ്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ തള്ളിയിടണമെങ്കിൽ അത് പണ്ടേ ആകാമായിരുന്നു, ഇപ്പോൾ അവളുടെ പൊടി പോലും കാണില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഭാമ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ശാലിനി നോക്കി ദേഷ്യത്തോടാണ് പറയുന്നത്. അന്നേരം ശാരദാമ്മയ്ക്ക് അങ്ങ് വിഷമാവുന്നുണ്ട്. രോഹിത്തും അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം സത്യമേ ഞാൻ എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട്, പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ചോദിച്ചതാണെന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്നും പറഞ്ഞ് അതേപോലെ തിരിച്ച് ഭാമ ദേഷ്യത്തിലങ്ങ് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം പിന്നെ സത്യഭാമ പറയുകയാണ്, അങ്ങനെ ഒരു വാക്ക് ഡോക്ടർമാരുടെ നാവിൽ നിന്നും കേൾക്കാൻ വേണ്ടിയാണ് 33 കോടി ദേവതകളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ശാരദാമ്മയെ ശ്യാമ നിങ്ങളുടെ മാത്രം മകളല്ല, അവൾ എൻ്റെ മകൾ തന്നെയാണ്, ഈ സത്യഭാമയുടെ അനുസരണയുള്ള മരുമകൾ. അങ്ങനെയാണ്, അനുസരണയുള്ള മരുമകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാർത്തികയും എന്നിങ്ങനെ പറയുകയാണ് ശാലിനി നോക്കിയിട്ട്. അന്നേരം ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ശാലിനി അത് വെളിയിൽ കാണിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ സഹിച്ച് സത്യഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശാരദാമ്മയെ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ രോഹിത് അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സത്യഭാമ എന്തുവായി പറയുന്നത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഇതേസമയം അകത്ത് ശ്യാമയ്ക്ക് ബോധം വീഴുന്നുണ്ട്, കൈയൊക്കെ ചെറുതായിട്ട് അനക്കുന്നുണ്ട്, കണ്ണൊക്കെ തുറക്കുകയാണ്. അന്നേരം ധന്യ ഡോക്ടർ തന്നെ കാണുകയാണ്. അന്നേരം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഡോക്ടർ ഇങ്ങനെ തലകുലുക്കുകയാണ്. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെയറിൽ നിന്ന് തലചുറ്റി താഴെ വീണതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്കൊന്ന് എഴുന്നേറ്റ് ഇരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പിടിച്ച് എഴുന്നേറ്റ് ഇരുത്തുന്നുണ്ട്. അന്നേരം ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എന്താ ശ്യാമ ഒന്നുകൂടി ചോദിക്കുമ്പോൾ ഇല്ല പ്രശ്നമൊന്നുമില്ല, പുറമേയുള്ള ഇഞ്ചുറി മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സിസ്റ്റർമാരെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അല്പനേരം പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഉണ്ടായിരുന്ന നഴ്സുമാരെല്ലാം വെളിയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഡോക്ടറാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ കുട്ടി നീ കടുങ്കൈ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ എന്തിനാ വിഷം കഴിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷമോ, ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്നിങ്ങനെ ശ്യാമ ആദ്യം അന്തം വിടുന്നുണ്ട്. വിഷം കഴിച്ചു എന്ന് പറയുമ്പോൾ അന്നേരം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നീ കഴിച്ചിട്ടില്ലെന്നാണോ പറഞ്ഞത്? അപ്പോൾ നിനക്ക് ആരോ ഭക്ഷണത്തിൽ കലർത്തി വിഷം തന്നിട്ടുണ്ട്, എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് നീ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു, കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളുടെ എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ്. അന്നേരം ഡോക്ടർ സംശയിച്ചതുപോലെ തന്നെ എൻ്റെയും കുഞ്ഞേച്ചിയുടെയും മക്കളുടെ എന്നിങ്ങനെ പറയുകയാണ്. അല്ലാതെ ഞാൻ സ്പെഷ്യൽ ഫുഡൊന്നും കഴിച്ചില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ഡോക്ടർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശുഭമായി പര്യവസാനിച്ചു അല്ലേ, വിഷ്ണുവും ശാലിനിയും ചേർന്ന് ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായേനെ എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. അന്നേരം ഡോക്ടർ സംഭവം ചോദിക്കുമ്പോൾ തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ശ്യാമ പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ വേറെ വിവാഹം കഴിച്ചു എന്ന്. ഡോക്ടർക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. വിഷ്ണു വേറെ വിവാഹം കഴിച്ചെന്നോ? ശാലിനിയും വിഷ്ണുവും തമ്മിൽ പ്രാണനായിരുന്നല്ലോ, പിന്നെ എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ പപ്പി എന്ന് പറയുന്നത് എൻ്റെയും രോഹിത്തിൻ്റെയും മകളായിട്ടാണല്ലോ അവിടെ വളരുന്നത്. പക്ഷേ സത്യയുടെ കാര്യം വിഷ്ണുവേട്ടനോ സത്യാമ്മയ്ക്കോ ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ സത്യാമ്മ കരുതിയിരിക്കുന്നത് കുഞ്ഞേച്ചിക്ക് വേറെ ആരിലോ ജനിച്ച കുട്ടിയാണ് സത്യം എന്നാണ്. ജനനത്തീയതിയൊക്കെ പറഞ്ഞാൽ പപ്പിയുടെ രഹസ്യം വെളിവാകുമെന്ന് കരുതി എല്ലാം
മറച്ചു വെച്ചതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ സത്യാമ്മയ്ക്ക് ശാലിനിയെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എങ്ങനെ 2 കുട്ടികളുടെയും ബർത്ത്ഡേ ഒരുമിച്ച് ഒരു ദിവസം സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് എങ്ങനെ ആഘോഷിച്ചു എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അത് പറയുന്നുണ്ട്, ഉണ്ടായ സംഭവങ്ങളൊക്കെ ശ്യാമയങ്ങ് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവേട്ടൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയെക്കുറിച്ച് ചില ദുരൂഹതകളൊക്കെ ഉണ്ട്, ആ കല്യാണത്തിൽ നമ്മൾക്കൊക്കെ സംശയമുണ്ടെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ പോലുള്ള ഒരാൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരും, എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിലൊക്കെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കണം, ആ കുട്ടിയെക്കുറിച്ച് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്നിങ്ങനെ ശ്യാമ പറഞ്ഞ് നിർത്തുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഈ ശ്യാമയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൻറ്റിഡോസൊക്കെ കുത്തിവെച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് കരുതുന്നത്, അങ്ങനെയാണ് സംഭവം. പക്ഷേ ഡോക്ടറോട് പറയും എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട്, വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ കൂടി സത്യഭാമയുടെ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്യാമ ചെയ്യുന്ന ഒരു പണിയാണ്. പക്ഷേ അത് ആദ്യം സത്യഭാമ അംഗീകരിക്കില്ല, പക്ഷേ പിന്നീട് വിജയിക്കും. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, പിന്നെ വിഷ്ണുവേട്ടൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിക്ക് കുഞ്ഞേച്ചിയുടെ ശത്രുവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ സുസ്മിത എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ സുസ്മിത ഇപ്പോൾ ജയിലിലാണല്ലോ, സുസ്മിതയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം മധുശ്രീ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഡോക്ടർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷമാണ് ശ്യാമ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത്. ശാലിനിയെ വീട്ടിലേക്ക്, കുഞ്ഞേച്ചിയെ ശ്യാമയെ നോക്കാൻ എന്ന വിധേന ശാലിനിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നല്ല നല്ല എപ്പിസോഡുകളാണ്. വിഷ്ണുവിന് ആ ദേഷ്യമൊക്കെ പോവും, ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോവും. പിന്നെ വിഷ്ണു സത്യയെക്കുറിച്ചുള്ള സത്യം കണ്ടുപിടിക്കാനുള്ള ഇതിൽ തന്നെയാണ്, DNA ടെസ്റ്റൊക്കെ നടത്തും, പിന്നീട് വിഷ്ണു അറിയുകയൊക്കെ ചെയ്യും. അതൊക്കെ ഇനി കാണാം. ഓക്കെ, താങ്ക്